ഇന്നൊരു കപ്പയ്ക്ക ചില്ലി. അപ്പോൾ ഈ കപ്പയ്ക്ക വന്നിട്ട് റൗണ്ടായിട്ട് അരിയണം കേട്ടോ മക്കളെ. ഇതുപോലെ റൗണ്ടായിട്ട് നല്ലപോലെ കഴുകുക. പാവയ്ക്ക കഴുകിയെടുത്തു കേട്ടോ പാവയ്ക്ക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാവയ്ക്ക ചില്ലി. ഈ പാവയ്ക്കനെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടു, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റണം. മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒരുപാട് വേവിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഒരു തിള വന്നത് നമ്മൾ എടുക്കണം. കപ്പയ്ക്ക തിളച്ചു. ഇങ്ങനെ തിളക്കിയാൽ മാത്രം മതി കേട്ടോ. ഞാൻ അത് നമുക്ക് എടുക്കാം. നമുക്കത് വെള്ളം ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് ചില്ലിയാക്കി എടുക്കാം. നമുക്ക് അതിൻ്റെ ചേരുവകളൊക്കെ ഇടാം. ആദ്യം വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി ഇട്ടു കേട്ടോ നമുക്ക് 2 ഇല്ലി. ഇനി മുളക് പൊടി, ചിക്കൻ മസാല ഒരു പൊട്ട്. അത് മതി. മുളക് പൊടി, കുരുമുളക് പൊടി ലേശം മതി കേട്ടോ. കുരുമുളക് പൊടി അത് മതി. 3 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇട്ടു. അതൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ, അതല്ലേ ചോളകപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ടോ. 3 ടീസ്പൂണ് ചോളകപ്പൊടി അതിട്ട് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ പാവയ്ക്ക ചില്ലി മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലാം ഇട്ടിട്ട് നമ്മൾ അത് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നേരം വെക്കണം, എല്ലാം ഒന്ന് മസാല പിടിക്കാനിട്ടാ. എന്നിട്ട് നമുക്ക് വറുക്കാം. അപ്പം നമുക്ക് ഈ വറുക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം മക്കളെ. ചില്ലിക്കുള്ള എണ്ണ നല്ലപോലെ വേണം. മതി ഇത്രയും മതി. അവിടെ കൊടുത്തു കഴിഞ്ഞോളാ അത് ഇപ്പം ഇത്ര നേരം എടുത്തത് പൂണ്ടാ. മക്കളെ നമുക്ക് ചില്ലി ഇടാം. ഇങ്ങനെയാണ് കപ്പയ്ക്ക ചില്ലി ഉണ്ടാക്കുക. മൊരിഞ്ഞ് വരും. വരുന്നുണ്ട് കേട്ടോ മക്കളെ. ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാ മൊരിഞ്ഞും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ കപ്പയ്ക്ക ചില്ലി. ഞാൻ എന്താ പറയുക, പാവയ്ക്ക ചില്ലി ആണ്. ചിലർ കപ്പയ്ക്ക പറയും, ചിലർ പാവയ്ക്ക പറയില്ലേ. ഇതാണ് ചേച്ചിൻ്റെ സ്പെഷ്യൽ. ഇങ്ങനെ കുറച്ചും കൂടി ആവണം മക്കളെ. ഇങ്ങനെ പരുവത്തിലാവണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്യണം അങ്ങനെ. കപ്പയ്ക്ക കഴിക്കാനില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് പറ്റും മക്കളെ. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ കപ്പയ്ക്ക ചില്ലി റെഡിയായി മക്കളെ. ഇത് എന്താണ് ഈ കയ്യിൽ വേറെ കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒന്നും ചിലവില്ല. ചേച്ചി കാണിച്ചു തന്ന പോലെ ഉണ്ട്. അപ്പം മക്കളെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ഒന്ന് നോക്കി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ഓക്കെ ബായ്.